കൊതുക് കടി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. അത് വളരെ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ ഉള്ളത് ഡെങ്കിപ്പനിയാണ്. മഴക്കാലത്ത് മറ്റ് പ്രധാനപ്പെട്ട കണ്ടുവരുന്ന ഒരു രോഗമാണ് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്. ഡെങ്കിപ്പനി ആണെങ്കിൽ നമുക്കതിൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതാണ് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ. മഴക്കാലത്ത് നമുക്ക് വേറെ മറ്റ് കാണുന്ന ഒരു അസുഖമാണ് വയറിളക്ക രോഗങ്ങൾ. വായുവിലല്ലാതെ വെള്ളത്തിൽ നിന്നും മലിനമായ ജലത്തിൽ നിന്നും ആഹാരത്തിൽ നിന്നും ഉണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് എങ്ങനെ തടയാം? ഒരു 5 മിനിറ്റെങ്കിലും വെട്ടി തിളച്ചതിന് ശേഷം മാത്രം വെള്ളം ഓഫാക്കുക. നമസ്കാരം, സോഫിയ ടൈംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ എനിഡ് നെൽസൺ. ഞാൻ സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കൺസൾട്ടൻറ്റ് കമ്മ്യൂണിറ്റി ഫിസിഷ്യനായി വർക്ക് ചെയ്യുന്നു. നമുക്കിന്ന് മഴക്കാല രോഗങ്ങളെ പറ്റി സംസാരിച്ചാലോ? മഴക്കാല രോഗങ്ങൾ പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഉള്ളത്. ഒന്ന്, വായു മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, അതായത് നമ്മൾ സ്ഥിരം കാണുന്ന പനി, ജലദോഷം, കഫക്കെട്ട്, അങ്ങനത്തെയാണ് പൊതുവിലായിട്ടുള്ള മഴക്കാല രോഗങ്ങൾ പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത് അശുദ്ധമായ ജലം അല്ലെങ്കിൽ ആഹാരത്തിൽ നിന്നും ഉണ്ടാകുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് കോളറ, ടൈഫോയിഡ്, വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് എ, ഇ മുതലായ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് അക്കൂട്ടത്തിൽ പെടുന്നത്. മൂന്നാമത്തെ നമ്മൾ കാണുന്നതാണ് കൊതുക് കടി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. അത് വളരെ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ ഉള്ളത് ഡെങ്കിപ്പനിയാണ്. ചിക്കൻ ഗുനിയ നമ്മൾ കാണാറുണ്ട്. ജപ്പാൻ ജ്വരം അല്ലെങ്കിൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, അങ്ങനത്തെ മലേറിയ പോലത്തുള്ള രോഗങ്ങളും നമ്മുടെ നാട്ടിൽ വിരളമല്ല. ഇതാണ് പ്രധാനമായിട്ടുള്ള മഴക്കാല രോഗങ്ങൾ. മഴക്കാല രോഗങ്ങളെ നമ്മൾ എങ്ങനെ തടയാമെന്ന് നോക്കാം. പ്രധാനമായിട്ടും വായുവിൽ നിന്നും ഉണ്ടാകുന്നത്, അതായത് വൈറൽ പനികൾ നമുക്ക് എങ്ങനെ തടയാം? രോഗിയുമായിട്ടുള്ള സമ്പർക്കം തടയുന്നത് വഴി തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ രോഗങ്ങളെ തടയാൻ സാധിക്കുന്നത്. ഇപ്പം നമുക്ക് വീട്ടിൽ ആർക്കെങ്കിലും ചുമയോ ജലദോഷമോ കഫക്കെട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ആ രോഗിയുമായിട്ട് മറ്റുള്ളവർ കുറച്ച് അകലം പാലിക്കുക. രോഗി തന്നെ മാസ്ക് ഉപയോഗിക്കുക, മറ്റുള്ളവരും മാസ്ക് ഉപയോഗിക്കുക. സ്കൂളിലാണെങ്കിൽ തന്നെ കുട്ടികളെ, കഫക്കെട്ടുള്ള കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാതിരിക്കുക. അവിടെ രോഗം മാറിയതിന് ശേഷം മാത്രം സ്കൂളിലേക്ക് വിടുക. അപ്പം വേറെ ആളുകൾ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിക്കൊള്ളട്ടെ, വേറെ ആളുകളുമായിട്ട് ഇടപെടുന്ന അവസരത്തിൽ കഴിവതും മാസ്ക് ഉപയോഗിക്കുക. അവരുമായിട്ട് നമ്മൾ പലരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. നമ്മുടെ ടവലുകൾ, ഹാങ്കർ ചീഫുകൾ, വസ്ത്രങ്ങൾ വീട്ടിലുള്ളവരുമായിട്ടോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതെ യൂസ് ചെയ്യുക. എല്ലാ പ്രാവശ്യവും നമ്മൾ കഴിക്കുന്നതിന് മുന്നോ മുഖത്തേക്ക് കൈ കൊണ്ടുവരുന്നതിന് മുന്നോ കൈ നന്നായിട്ട് വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകുക. എല്ലായിടത്തും നമ്മളൊരു സാമൂഹിക അകലം പാലിക്കുക. ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട വായുവിൽ നിന്നുണ്ടാവുന്ന എയർബോൺ ആയിട്ടുള്ള അസുഖങ്ങളെ നമുക്കൊരു പരിധിവരെ തടയാൻ സാധിക്കും. ഇനി വായുവിലല്ലാതെ വെള്ളത്തിൽ നിന്നും മലിനമായ ജലത്തിൽ നിന്നും ആഹാരത്തിൽ നിന്നും ഉണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് എങ്ങനെ തടയാം? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെല്ലാവരും വീട്ടിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഭക്ഷണം പാകം ചെയ്യാനും കുടിക്കാനും ഉപയോഗിക്കുക എന്നുള്ളതാണ്. വെള്ളം തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ഒന്ന് തിള വന്നതിന് ശേഷം ഓഫാക്കുകയല്ല. ഒരു 5 മിനിറ്റെങ്കിലും വെട്ടി തിളച്ചതിന് ശേഷം മാത്രം വെള്ളം ഓഫാക്കുക. ആ തണുപ്പിച്ചാറിയ വെള്ളം മാത്രം നമ്മൾ എല്ലാ കുക്കിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുക. ബാത്റൂമിൽ പോയതിന് ശേഷം, മലമൂത്ര വിസർജനത്തിന് ശേഷം നിർബന്ധമായും കൈ സോപ്പിട്ട് കഴുകുക തന്നെ വേണം. ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോപ്പർലി കുക്ക് ചെയ്ത ഫുഡ് മാത്രം വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നിന്ന് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. കഴിവതും ഹോട്ടൽ ഫുഡ് അവോയ്ഡ് ചെയ്യാമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെയുള്ള ഭക്ഷണം പാകപ്പെട്ട് കഴിക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കൊതുകടി മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് പ്രധാനപ്പെട്ട മറ്റൊരു മഴക്കാല രോഗം. അതിൽ ഡെങ്കിപ്പനിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പലപ്പോഴും സാധാരണ ഒരു വൈറൽ പനിയെ പോലെ ജലദോഷം, ചുമ, തൊണ്ടവേദന, മേലുവേദന, പനി, നല്ല ക്ഷീണം, ഇതൊക്കെയാണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പനിയുടെയോ കഫക്കെട്ടിൻ്റെയോ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിച്ച് അതിന് ചികിത്സ തേടുക തന്നെ വേണം. കാരണം ഡെങ്കിപ്പനി ആണെങ്കിൽ നമുക്കതിൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതാണ് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ. നമ്മുടെ BP കുറഞ്ഞു പോവുകയും രക്തസ്രാവത്തിലേക്ക് പോകാനുമെല്ലാം കോംപ്ലിക്കേഷൻസിന് വളരെയധികം സാധ്യതയുള്ളതാണ് ഡെങ്കിപ്പനി. അപ്പം നമ്മളത് ഡെങ്കിപ്പനി ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തുകയും ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ക്രമമായി നിരീക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ കൊതുക് മൂലമുണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് എങ്ങനെയാണ് തടയാൻ സാധിക്കുക? മഴക്കാല പൂർവ്വ ശുചീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മഴക്കാലം തുടങ്ങുന്നതിന് മുന്നോ അഥവാ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മഴക്കാലത്തെ സമയത്തോ നമ്മുടെ വീടിന് ചുറ്റുമുള്ള പറമ്പും ഒന്ന് നിരീക്ഷിക്കുക. നമ്മൾ തുറന്നു കിടക്കുന്ന ചിരട്ട ആയിക്കൊള്ളട്ടെ, ടയർ ആയിക്കൊള്ളട്ടെ, നമ്മൾ പൊട്ടിയ ബക്കറ്റ്, പിന്നെ ഉപയോഗിക്കാതെ വലിച്ചെറിയുന്ന കളിപ്പാട്ടങ്ങൾ, ഈവൻ ഇലകളുടെ ചെറിയ ചെടികളുടെ ഇടയ്ക്ക് പോലും കെട്ടി നിൽക്കുന്ന വെള്ളം, അത്രയും വളരെ കുറച്ചൊരു വെള്ളം മാത്രം മതി കൊതുകിന് മുട്ടയിട്ട് പെരുകാൻ. അപ്പം അങ്ങനെ
എന്തെങ്കിലും വെള്ളം കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ വീടിന് ചുറ്റുമുണ്ടെങ്കിൽ അതിനെല്ലാം നശിപ്പിക്കുക. റബ്ബർ തോട്ടങ്ങളിലൊക്കെ അടുത്ത് താമസിക്കുന്നവർ റബ്ബറിൻ്റെ പാല് കളക്ട് ചെയ്യുന്ന ചിരട്ടകളൊക്കെ വളരെയധികം കൊതുക് പെരുകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതെല്ലാം നമ്മൾ ക്രമമായിട്ട് അതിനെ കമത്തിക്കളയുക. വെള്ളമുള്ളത് കളക്ട് ചെയ്യാവാതെ ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മൾ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുകയും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യത്തിലും വെള്ളം കമത്തിക്കളഞ്ഞ് കൊതുവിനെ നശിപ്പിക്കാൻ ശ്രമിക്കുക. രണ്ടാമത് നമ്മൾ വീടുകളിൽ കൊതുകടി കൂടുതലുള്ള ഏരിയാസിൽ നെറ്റുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കിടക്കുന്ന സമയത്തെല്ലാം നെറ്റ് ഉപയോഗിക്കാം. മെഷിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജനലിലെല്ലാം മെഷ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. രാത്രിയാകുമ്പോഴത്തേക്കും കൊതുക് കയറുന്ന സമയമാകുമ്പം ജനലുകളും കഥകളും അടച്ചിടുക. പിന്നെ മോസ്കിറ്റോ റെപ്പലൻസ് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരുപാട് കൊതുക് കടിക്കുന്ന കുട്ടികൾ അങ്ങനെയാണെങ്കിൽ മോസ്കിറ്റോ റിപ്പലൻസ് ഒഡോമോസ് പോലുള്ളത് നമുക്ക് ഉപയോഗിക്കാം. അതിനോടൊപ്പം തന്നെ മോസ്കിറ്റോ ബാറ്റോ അല്ലെങ്കിൽ കൊതുക് നശിപ്പിക്കുന്ന അമിതമായിട്ടുള്ള വിഷമില്ലാത്ത കോയിൽസോ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുവഴി നമുക്ക് കൊതുകിൻ്റെ ശല്യം നമുക്ക് വീടുകളിലെല്ലാം കുറയ്ക്കാൻ സാധിക്കും. മഴക്കാലത്ത് നമുക്ക് വേറെ മറ്റ് കാണുന്ന ഒരു അസുഖമാണ് വയറിളക്ക രോഗങ്ങൾ. അത് പ്രധാനമായിട്ടും അശുദ്ധമായിട്ടുള്ള വെള്ളം വഴിയോ നമ്മുടെ അശുദ്ധമായിട്ടുള്ള ആഹാരം വഴിയോ വരുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട രോഗങ്ങൾ കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, ഇ മുതലായ അസുഖങ്ങളാണ്. അതല്ലാതെയും ഷിഗല്ല, ഡിസെൻട്രി അങ്ങനെ വേറെയും വയറിളക്ക രോഗങ്ങൾ വരാം. പക്ഷേ എല്ലാത്തിനും തന്നെ വയറിളക്കം കാണാം. ടൈഫോയിഡിന് 2 രീതിയിലും വരാം. കോൺസ്റ്റിപ്പേഷൻ മലബന്ധമായിട്ടും വരാം, വയറിളക്കങ്ങളായിട്ടും വരാം. മിക്കതും പനിയോടുകൂടി തന്നെയാണ് വരുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് വെള്ളവും ധാതുക്കളും പോകുന്നത് വഴി പേഷ്യൻറ്റിന് വളരെയധികം ക്ഷീണവും തളർച്ചയും ഉണ്ടാകാം. ചില അസുഖങ്ങൾക്ക് നമുക്ക് വയറിൽ മലം പോകുന്നതിൻ്റെ കൂടെ തന്നെ ബ്ലഡും പോകാം, കഫവും പോകാം. ഡിസെൻട്രി പോലുള്ള അസുഖങ്ങൾക്കാണ് അങ്ങനെ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുകയും അതിന് ആവശ്യമായ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും അനിവാര്യമാണ്. മഴക്കാലത്ത് മറ്റ് പ്രധാനപ്പെട്ട കണ്ടുവരുന്ന ഒരു രോഗമാണ് എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ശക്തമായിട്ടുള്ള പനി, കണ്ണിന് ചുവപ്പ്, നമ്മുടെ ബോഡി മുഴുവൻ വേദന എടുക്കുക, ശരീരമാസകലം വേദന എടുക്കുക, മസിലുകൾക്ക് വേദന എടുക്കുക, കാഫ് മസിൽസിന് വേദന വരിക, ചിലർക്ക് മൂത്രം പോകാത്ത അവസ്ഥയിലേക്ക് വരാം. കോംപ്ലിക്കേഷൻസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കൂടി വരുമ്പോൾ നമുക്ക് മഞ്ഞപ്പിത്തമായിട്ട് വരാം. മൂത്രം പോകാത്ത അവസ്ഥയിലേക്കും കിഡ്നീനെയൊക്കെ ബാധിച്ച് കഴിയുമ്പോൾ അങ്ങനെയും നമുക്ക് വരാം. ആർക്കൊക്കെയാണ് വരുന്നത്? കർഷകരിലും പിന്നെ നമ്മൾ മലമൂത്ര വിസർജനവുമായിട്ട് എലിയുടെ മലമൂത്ര വിസർജനവുമായിട്ട് കോണ്ടാക്റ്റ് വരാൻ സാധ്യതയുള്ള ജോലി മേഖലയിൽ പെട്ടവർക്കുമാണ്. പ്രത്യേകിച്ച് ക്ലീനിങ് സ്റ്റാഫ്, നമ്മൾ ഓട വൃത്തിയാക്കലോ അങ്ങനത്തെ ജോലിയിൽ ഏർപ്പെടുന്നവർക്കും കർഷകർക്കും. നമ്മൾ പറമ്പിലൊക്കെ നമ്മൾ മരച്ചീനിയൊക്കെ നടുന്ന പറമ്പിലൊക്കെ ആണെങ്കിൽ എലിശല്യം ഉള്ളിടത്ത് അതുവഴിയുള്ള കണ്ടാമിനേഷൻ വഴിയിട്ടാണ് നമുക്ക് എലിപ്പനി വരുന്നത്. അപ്പോൾ എലിപ്പനി വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് വേണ്ടുന്ന മുൻകരുതലുകളും നമുക്കിപ്പോൾ ലഭ്യമാണ്. എലിപ്പനി കൂടെ വരാൻ സാധ്യതയുള്ളവർക്ക് ഡോക്സിസൈക്ലിൻ എന്നുള്ള പ്രിവെൻറ്റീവ് മെഡിസിൻ വരെ നമുക്കിന്ന് ലഭ്യമാണ്. അത് എടുക്കുന്നത് വഴി നമുക്കതിനെ തടയാനും സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.